നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ സർക്കാരിന്റെ കാലത്ത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നിയമസഭയിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെലുത്തിയ സ്വാധീനത്തിന്റെയും നേടിയെടുത്ത ആനുകൂല്യങ്ങളുടെയും വിവരങ്ങൾ വെളിപ്പെടുത്തി ഉദ്യോഗസ്ഥർ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നിയമസഭാ സെക്രട്ടേറിയറ്റ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഉദ്യോഗസ്ഥരുടെ ഗുരുതര വെളിപ്പെടുത്തലുകൾ ഉള്ളത്. ഏതാനും വർഷം മുമ്പ് രാത്രിയിൽ ഊരാളുങ്കലിന്റെ പേരിൽ നിയമസഭയിലേക്ക് ലോറിയിലെത്തിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ കോടികളുടെ ബിൽ പാസാക്കേണ്ടി വന്നത് ഉദ്യോഗസ്ഥരിൽ ഒരാൾ വെളിപ്പെടുത്തി. 13 പെട്ടികളിലായാണ് ഉപകരണങ്ങൾ എത്തിച്ചത്. അന്ന് രാത്രി തന്നെ ഉദ്യോഗസ്ഥരെ നിയമസഭയിലേക്ക് വിളിച്ചു വരുത്തി പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താതെ ഉപകരണങ്ങൾ കൈപ്പറ്റാനാവില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചെങ്കിലും നിയമസഭാ അധികൃതരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി. ഉപകരണങ്ങൾ സ്റ്റോറിലേക്ക് മാറ്റിയാൽ മതിയെന്ന നിർദ്ദേശം വന്നതോടെ അതിന് വഴങ്ങി. ഉപകരണങ്ങൾ കൈപ്പറ്റിയ വകയിൽ തൊട്ടടുത്ത ദിവസം കോടികളുടെ ബിൽ ഊരാളുങ്കൽ നൽകി. അതും പാസാക്കേണ്ടി വന്നുവെന്നാണ് മൊഴി. ഇതിനു പുറമെ നിയമസഭയിൽ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട ഫയലുകൾക്കെല്ലാം അതിവേഗം അനുമതി ലഭിച്ചത് മറ്റു ചിലർ വെളിപ്പെടുത്തി. ഇവയടക്കമുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സമഗ്ര അന്വേഷണത്തിലേക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റ് കടന്നു. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള കരാറുകാർ നടപ്പാക്കിയ പദ്ധതികളുടെ നിലവിലെ സ്ഥിതി, അവയ്ക്ക് എത്ര പണം ചിലവായി തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കാൻ സഭയിലെ എല്ലാ വകുപ്പുകൾക്കും നിയമസഭാ സെക്രട്ടേറിയറ്റ് കുറിപ്പ് നൽകി. മുതിർന്ന 2 നേതാക്കൾ, മുഖ്യമന്ത്രിയും സ്പീക്കറുമാണ് ഊരാളുങ്കലിന്റെ കാര്യത്തിൽ വ്യത്യസ്ത തീരുമാനങ്ങൾ എടുത്തത്. മുഖ്യമന്ത്രി ഭരിക്കുന്ന ധനവകുപ്പ് ഊരാളുങ്കലിനെ ഹാരവിട്ട് സ്വീകരിച്ചപ്പോഴാണ് സ്പീക്കർ ഊരാളുങ്കലിനെ പടിയടച്ച് പിണ്ടം വെച്ചത്. ഊരാളുങ്കലിനെ ചൊല്ലി കോൺഗ്രസിൽ കലാപം മുറുകുകയാണ്. പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഊരാളുങ്കലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ പദ്ധതികൾ ടെൻഡർ നടപടികളില്ലാതെ നേരിട്ട് ഏറ്റെടുക്കുന്നതിനായി ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി അടക്കമുള്ള അംഗീകൃത ഏജൻസികൾക്ക് നൽകിയിരുന്ന പ്രത്യേക അനുമതി ധനവകുപ്പ് പുതുക്കി നൽകിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. മുഖ്യമന്ത്രി ഫയൽ കണ്ടോ എന്ന് വ്യക്തമല്ല. എങ്കിൽ ആരായിരിക്കും രാഷ്ട്രീയ തീരുമാനമെടുത്തത്? മുമ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF ഈ ഇളവുകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നുവെങ്കിലും നിലവിൽ 46 അക്രഡിറ്റഡ് ഏജൻസികളുടെ കാലാവധി നീട്ടി നൽകിയ കൂട്ടത്തിൽ ഊരാളുങ്കലിനെയും ഉൾപ്പെടുത്തി സർക്കാർ പുതിയ ഉത്തരവിറക്കുകയായിരുന്നു. അനുമതി ലഭിച്ചവയിൽ 40 ഏജൻസികളും പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലുള്ളവയാണ്. ഊരാളുങ്കലിനെ കൂടാതെ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി, പിണറായി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, കോസ്റ്റ് ഫോർഡ് ഹാബിറ്റാറ്റ്, തൃശൂർ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയാണ് ഈ പട്ടികയിലുള്ള മറ്റ് സ്വകാര്യ സഹകരണ ഏജൻസികൾ. ഇവർക്ക് മുമ്പ് അനുവദിച്ചിരുന്ന 2 വർഷത്തെ കാലാവധി കഴിഞ്ഞ മെയ് 31 അവസാനിപ്പിച്ചിരുന്നു. തുടർന്ന് ഈ മാസം 31 വരെ താൽക്കാലികമായി നീട്ടി നൽകിയ കാലാവധിയാണ് ഇപ്പോൾ പുതുക്കിയിരിക്കുന്നത്. വരും വർഷങ്ങളിലേക്ക് അന്തിമമായ അനുമതി പുതുക്കി നൽകുന്നതിന് മുമ്പ് ഈ സർക്കാർ ഇതര ഏജൻസികളുടെ പ്രവർത്തന മികവ് ധനവകുപ്പ് വിശദമായി വിലയിരുത്തുമെന്നാണ് സൂചന. അതേസമയം തിരുവഞ്ചൂർ ഊരാളുങ്കലിനെതിരായ ജനവികാരത്തിനൊപ്പം നിന്നു. നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ പ്രവർത്തികളിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് LDF സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തുക അനുവദിച്ചിറക്കിയ ഉത്തരവുകളടക്കം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കി. സഭയിലെ ഡൈനിങ് ഹാൾ നവീകരിക്കാൻ അനുവദിച്ച 7.5 കോടി രൂപയുടെ കരാറും ഇക്കൂട്ടത്തിലുണ്ട്. ശങ്കരനാരായണൻ തമ്പി ഹാളിന്റെ പരിപാലന ചുമതലയിൽ നിന്ന് ഊരാളുങ്കലിനെ ഒഴിവാക്കി പകരം പൊതുമരാമത്ത് വകുപ്പിന് നൽകാനും നിർദ്ദേശിച്ചു. ഡേറ്റാ സെന്ററിന്റെ വാർഷിക പരിപാലന ചുമതലയിൽ നിന്നും ഊരാളുങ്കലിനെ നീക്കിയിട്ടുണ്ട്. കെൽട്രോണിനാണ് പകരം ചുമതല. മുൻ സർക്കാരിന്റെ കാലത്ത് നിയമസഭയ്ക്കകത്ത് ഊരാളുങ്കലിന് ലഭിച്ച ആനുകൂല്യങ്ങളും കരാറുകളും വൻ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് സ്പീക്കറുടെ കർശന ഇടപെടൽ. വിശദ അന്വേഷണത്തിനും അദ്ദേഹം ഉത്തരവിട്ടേക്കും. നിയമസഭയിലെ നടപടിക്രമങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുവാനുള്ള പദ്ധതിയിൽ നേരത്തെ വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. കോടികൾ ചിലവഴിച്ച് നിയമസഭാ പരിസരം നവീകരിക്കുന്നതിന് വിവിധ കരാറുകൾക്കായി അനുവദിച്ച പദ്ധതി നിർത്തിവെക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിവേഗം ഭരണാനുമതി നൽകി LDF സർക്കാർ ആദ്യഘട്ട തുക അനുവദിച്ച പദ്ധതിയാണിത്. മണ്ണ് പരിശോധനയ്ക്കായി മാത്രം 6 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വൻവിലയുള്ള ഇറ്റാലിയൻ മാർബിൾ അടക്കം ഉപയോഗിച്ച് സഭയിലെ ഡൈനിങ് ഹാൾ നവീകരിക്കാനായിരുന്നു ഊരാളുങ്കലിന് ലഭിച്ച കരാർ.
വർഷത്തിൽ 10 ദിവസത്തിൽ താഴെ മാത്രം ഉപയോഗിക്കുന്ന ഹാൾ നവീകരിക്കാൻ ഇത്രയും തുക ചിലവാക്കേണ്ടതുണ്ടോ എന്ന ധനവകുപ്പിന്റെ ചോദ്യം അവഗണിച്ചായിരുന്നു LDF സർക്കാർ കരാർ ഉറപ്പിച്ചത്. ഇതിനു പുറമെ ലോക കേരള സഭ നടന്ന വേളയിൽ അതിഥികൾക്ക് 2 ദിവസത്തെ ഉച്ചഭക്ഷണം നൽകുന്നതിന് ഡൈനിങ് ഹാളിൽ AC സ്ഥാപിച്ചതിനടക്കം 35 ലക്ഷം രൂപയുടെ ബിൽ വിവിധ കരാറുകൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് നൽകിയിരുന്നു. ഇത്രയും ഭീമമായ തുക എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് അന്വേഷണമുണ്ടാകും. സ്പീക്കർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ സർക്കാർ എന്തുകൊണ്ട് ഊരാളുങ്കലിനെ സഹായിക്കുന്നു എന്ന ചോദ്യം ബാക്കിയാവുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഫയൽ കണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേരളം CPMന്റെ പോഷക സംഘടനയായ ഊരാളുങ്കലിൽ തീറെഴുതിയത് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മുതലാണ്. സുപ്രീം കോടതിയെ ഒരു ഉളുപ്പുമില്ലാതെ പിണറായിയുടെ കേരള സർക്കാർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പരിധിയില്ലാതെ ഏത് പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുമതി നൽകുന്ന ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്ന് പഴയ സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 82% ഓഹരികളും സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് വ്യക്തമാക്കിയാണ് കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. കണ്ണൂരിലെ 7 നില കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിയിരുന്നു. ഇതിനെതിരെയുള്ള ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയാണ് കേരള സർക്കാരിന് വേണ്ടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ഇതിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബഹുഭൂരിപക്ഷം ഓഹരികളും സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ AKG സെന്ററിലെ ഖജനാവ് നിറയ്ക്കുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഊരാളുങ്കലിലെ റെഡ് കാർപ്പറ്റ് വിരിച്ച സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും ചേർന്നാണ്. 2015 ഉമ്മൻചാണ്ടിയാണ് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായി ഊരാളുങ്കലിനെ അംഗീകരിച്ചത്. സർക്കാർ അംഗീകരിച്ച അക്രഡിറ്റഡ് ഏജൻസികൾക്ക് ടെൻഡർ ഇല്ലാതെ കരാർ നൽകാം. അതിനുവേണ്ടിയാണ് ഊരാളുങ്കൽ പ്രത്യേക അധികാരം നൽകിയത്. ഇതൊരു CPM പ്രസ്ഥാനമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. TP ചന്ദ്രശേഖരൻ വധത്തിൽ CPM നേതാക്കളെ കോൺഗ്രസ് സഹായിച്ചതും ഇങ്ങനെ തന്നെയാണ്. 2016 ജാനുവരിയിൽ ഉമ്മൻചാണ്ടി IT അനുബന്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള അനുമതി ഊരാളുങ്കലിന് നൽകി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 250 കോടി വരെയുള്ള കരാറുകൾ ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ നൽകാൻ അനുമതി നൽകി. പിണറായിയുടെ ഇടപെടൽ വഴിയാണ് ഇതെന്ന് മനസ്സിലാക്കാം. LDF സർക്കാർ 2017 ഇത് 500 കോടിയായും 2019 800 കോടിയായും ഉയർത്തി. ഇപ്പോൾ പരിധിയെല്ലാം എടുത്തു കളഞ്ഞു. UDF സർക്കാരിന്റെ കാലത്ത് കോടികളുടെ കരാറുകളാണ് ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് ലഭിച്ചത്. LDF സർക്കാർ അധികാരത്തിലെത്തിയ 2019 സെപ്റ്റംബർ വരെ 347 കരാറുകളാണ് ടെൻഡർ ഇല്ലാതെ സർക്കാർ വകുപ്പുകൾ മാത്രം ഊരാളുങ്കലിന് നൽകിയത്. നിയമസഭ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡ്, കോർപ്പറേഷൻ എന്നിവയെല്ലാം ചേർത്ത് 1000ഓളം കരാറുകൾ ഇതിനു പുറമെ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഇപ്പോൾ ഇത് 1000 കവിയും. 8 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കാനാകുമെന്ന് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ നിർദ്ദേശിച്ച ഈ നിയമസഭാ പദ്ധതിയാണ് ഊരാളുങ്കലിന് 52 കോടി 31 ലക്ഷം രൂപയ്ക്ക് നൽകിയത്. ഉയർന്ന നിരക്കിൽ കരാർ നൽകുകയും അത് മറ്റു പല ഏജൻസികൾക്കും വ്യക്തികൾക്കും ഉപകരാർ നൽകുകയുമാണ് ഊരാളുങ്കൽ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപം. ഇത്തരം ഉപകരാറുകളിലൂടെ സാമ്പത്തിക ക്രമക്കേടും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ടെന്നാണ് ED പറയുന്നത്.